രഞ്ജിത്തിൻ്റെ പുതിയ പടത്തിൻ്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡർ എന്നാണ് സിനിമയുടെ പേര്. ഈ ഒരു സിനിമയിലാണ് മമ്മൂക്ക ബ്ലാക്ക് സിനിമയിലെ കാരക്കാമുറി ഷൺമുഖനായിട്ട് വീണ്ടും എത്തുന്നത്. ഈ ഒരു സിനിമയിൽ ഒരു ക്യാമിയോ റോളിലാണ് മമ്മൂക്ക എത്തുന്നത്. സിനിമയിൽ മെയിൻ ലീഡ് റോളിലെത്തുന്നത് പ്രകാശ് വർമ്മയാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉദയകൃഷ്ണയാണ്. ഉദയകൃഷ്ണയുടെ കംബാക്ക് ആകുമോ ഗോ ബാക്ക് ആകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നിവിൻ പോളി അൽഫോൺസ് പുത്രൻ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ നടന്നു കഴിഞ്ഞു. വിജയം എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. നേരം, പ്രേമം, വിജയം ഈ 3 സിനിമകളുടെ പേര് അവസാനിക്കുന്നത് AM എന്നീ 2 ലെറ്ററുകളിലൂടെയാണ്. അതുപോലെ നേരത്തിന് 5 ലെറ്റർ ആണെങ്കിൽ പ്രേമത്തിന് 6 ലെറ്റർ, ഇപ്പോൾ വിജയം എന്ന സിനിമയ്ക്ക് 7 ലെറ്റർ. മൊത്തത്തിൽ സിനിമയുടെ അനൗൺസ്മെൻറ്റ് വീഡിയോയും പോസ്റ്ററൊക്കെ കാണുമ്പോൾ ബേക്കറീസാണ് സിനിമയുടെ പ്രമേയം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിജയം ഒരു വൻ വിജയമായിട്ട് മാറട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ധ്യാൻ ശ്രീനിവാസൻ്റെ പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. മിനി ആൻഡ് കൂപ്പർ എന്നാണ് സിനിമയുടെ പേര്. സൈജു കുറുപ്പിൻ്റെ പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. സാക്ഷികൾ എന്നാണ് സിനിമയുടെ പേര്. DC യൂണിവേഴ്സിലെ ഡാർക്ക് സൈഡിനെ ഉടനെ റിവീൽ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡാർക്ക് സൈഡ് എന്ന ക്യാരക്ടറിൻ്റെ ലൈവ് ആക്ഷൻ സിനിമയും ആനിമേഷനും DC പ്ലാൻ ചെയ്യുന്നുണ്ട്. DCയുടെ ഈ ഒരു ലെജൻഡറി വില്ലനായ ഡാർക്ക് സൈഡിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് മാർവലിൻ്റെ താനോസ് പോലും ഉണ്ടായത്. എന്തായാലും കൃത്യമായി DCക്ക് ഈ ഒരു ക്യാരക്ടറിനെ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ജസ്റ്റിസ് ലീഗ് DCU എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിൽ കാമിയോ അപ്പിയറൻസിൽ ഈ ഒരു ഡാർക്ക് സൈഡ് ക്യാരക്ടറിനെ സാക്ക് സ്നൈഡർ കാണിക്കുന്നുണ്ട്. മൈ അഡ്വഞ്ചറസ് വിത്ത് ഗ്രീൻലാൻഡ് ഇത് DCയുടെ വരാനിരിക്കുന്ന ഒരു ആനിമേ സീരീസാണ്. ജെസിക്ക ക്രൂസ് എന്ന ഹൈസ്കൂൾ സ്റ്റുഡൻ്റാണ് ഈ ഒരു സീരീസിൽ ഗ്രീൻലാൻഡേൺ ആവാൻ വേണ്ടി പരിശീലനം ചെയ്യുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ഈ ഒരു സീരീസിൻ്റെ ഇതിവൃത്തം. ആൻസി ആനിമേഷൻ ഫെസ്റ്റിവലിൽ ഈ ഒരു സീരീസിന് ചെറിയൊരു ക്ലിപ്പ് കാണിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ജെസിക്ക ഗ്രീൻലാൻഡനായിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ഒരു സീനൊക്കെയാണ് ഈ ഒരു ക്ലിപ്പിൽ വരുന്നത്.